ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കളറിങ്ങിൻ്റെ പാർട്ട് 3 ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രൈമറി കളറും സെക്കൻഡറി കളറും ടേഷറി കളറും അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി കളർ ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രൈമറി കളർ എന്ന് പറയുന്നത്. പ്രൈമറി കളർ എന്ന് പറയുന്നത് ഒരു ബേസ് കളറാണ്. നമുക്ക് ഈ ബേസ് കളർ ഉണ്ടെങ്കിലാണ് ബാലൻസ് ഉള്ള കളറുകൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ബേസ് കളർ എന്ന് പറയുന്നത് യെല്ലോ, റെഡ്, ബ്ലൂ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡറി കളർ എന്ന് പറയുന്നത്. പ്രൈമറി കളറായ യെല്ലോ, റെഡ് മിക്സ് ചെയ്യുമ്പോൾ ഓറഞ്ച് കിട്ടും. ബ്ലൂ യെല്ലോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഗ്രീൻ കിട്ടും. റെഡ് ബ്ലൂ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വയലറ്റ് കിട്ടും. അങ്ങനെ ഒരു 6 കളർ നമ്മുടെ അവിടെ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്നതിന് ശേഷം പ്രൈമറി കളറും സെക്കൻഡറി കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടേർഷറി കളർ എന്ന് പറയുന്നത്. അതായത് യെല്ലോയും ഓറഞ്ചും കൂടി മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ ഓറഞ്ച്, റെഡും ഓറഞ്ചും കൂടി മിക്സ് ചെയ്യുമ്പോൾ റെഡ് ഓറഞ്ച്, റെഡും വയലറ്റും കൂടി ആകുമ്പോൾ റെഡ് വയലറ്റ്, ബ്ലൂവും വയലറ്റും കൂടി ആകുമ്പോൾ ബ്ലൂ വയലറ്റ്, ഗ്രീനും ബ്ലൂവും കൂടി ആകുമ്പോഴത്തേക്ക് ബ്ലൂ ഗ്രീന്, യെല്ലോയും ഗ്രീനും കൂടി ആകുമ്പോഴത്തേക്ക് യെല്ലോ ഗ്രീൻ. അങ്ങനെ ടോട്ടൽ 12 കളറാണ് നമുക്ക് പ്രൈമറി കളറും സെക്കൻഡറി കളറും ടേർഷറി കളറുമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഒരു വലിയൊരു കളർ വീലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ഒരു കളർ വീലാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓരോ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് റിലേറ്റീവ് ആയിട്ടുള്ള കളറുകൾ ഏതൊക്കെയാണ് നമുക്ക് സെലക്ട് ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒന്നാണ് ഈ കളർ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കോംപ്ലിമെൻ്ററി കളറുണ്ട്. കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുമ്പോൾ കളർ വീൽ നമ്മൾ എടുത്തിട്ട് നോക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സ്, അതായത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ആരോ കൊടുത്തിട്ടുണ്ട്. ബ്ലൂവും ഓറഞ്ചും കൂടി റെഡും ഗ്രീനും കൂടി ഉള്ളത് ആണ് കോംപ്ലിമെൻ്ററി കളർ വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂവും ബ്ലൂവിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഓറഞ്ച്, ബ്ലൂവിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഓറഞ്ചാണ്. പിന്നെ അടുത്ത് വരുന്നത് ഗ്രീനിന് നേരെ ഓപ്പോസിറ്റ് റെഡ്, യെല്ലോയ്ക്ക് നേരെ ഓപ്പോസിറ്റ് പർപ്പിൾ. അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ പർപ്പിളിന് ആ ഒരു ഇതിനനുസരിച്ച് വരുന്ന ഓരോന്നിൻ്റെ ഓപ്പോസിറ്റ് കളറാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കളറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാം കളറാണ്. വാം കളർ എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. അതായത് റെഡ്, ഓറഞ്ച്, യെല്ലോ ഈ കളേഴ്സാണ് നമ്മൾ വാം കളറായിട്ട് കാണുന്നത്. വാം കളറും ഉണ്ട്, കൂൾ കളറും ഉണ്ട്. കൂൾ കളർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറായിരിക്കും. അതെന്ന് പറയുന്നത് ബ്ലൂവും ഗ്രീനും പർപ്പിൾ ഇങ്ങനെയുള്ള കളറാണ് കൂൾ കളർ എന്ന് പറയുന്നത്. അപ്പം വാം കളറും ഉണ്ട്, കൂൾ കളറും ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു വാം കളർ, കൂൾ കളറൊക്കെ നമ്മുടെ സ്കിൻ ടോണിനും ഒക്കെ അനുസരിച്ച് നമ്മൾ എടുക്കുന്നതാണ് ഈ വാം കളറും കൂൾ കളറൊക്കെ വരുന്നത്. പിന്നെ ആൻലോ കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ ഒരു പിക്ക് ഉണ്ട്, അതിൽ നോക്കി അറിയാൻ പറ്റും. ഒരു ബ്ലൂ ഗ്രീനും അതുപോലെ തന്നെ ഗ്രീനും കൂടി ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു അതിന് ലൊക്കേറ്റഡ് ആയിട്ട് നെക്സ്റ്റ് അടുത്തടുത്ത് വരുന്ന കളറുകളാണ് നമ്മുടെ ആൻലോ കളർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൈമറി കളറായ 3 കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ന്യൂട്രൽ കളറാണ്. അതായത് ഇതിൽ എല്ലാ കളറും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് കളറായിട്ടുള്ള ന്യൂട്രലായിട്ടുള്ള കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതൊരു ബ്ലാക്ക്, അതുപോലെ തന്നെ ഇച്ചിരി ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളർ, അങ്ങനെയൊക്കെയുള്ള കളറാണ് നമുക്ക് ന്യൂട്രലായിട്ട് വരുന്നത്. പിന്നെ വരുന്ന കളർ മിക്സിംഗ് ആണ്. അത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മുടെ കളറിങ്ങിൻ്റെ ഇതിൽ കളർ തിയറി ആയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ കളർ തിയറി അറിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഹെയർ കളറിങ്ങിൻ്റെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ കൂൾ കളറും കോംപ്ലിമെൻ്ററി കളറും അതുപോലെ തന്നെ വാം കളർ ഇതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബാലൻസ് ക്ലാസ്സിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുമ്പോഴേക്കും ഓക്കെ.